ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവരുടെ കറൻറ്റ് ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓൾറൈറ്റ്, നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, എന്താണ് ഫീൽ ചെയ്യുന്നത്. ഒത്തിരി പേര് ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു റീഡിങ്ങിനായിട്ടെന്ന് എനിക്കറിയാം. വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു. ഒരു സമയത്ത് അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഓക്കെ, ദ ഗാർഡൻ ആൻഡ് ദ ഗേറ്റ് എന്നുള്ളതാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത്. ബാക്കി കാർഡ്സ് കൂടി നമുക്ക് നോക്കാം. മാസ്റ്റർ കാർഡ് തന്നെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ സെപ്പറേഷനിലായിട്ടിരിക്കുന്ന വ്യക്തികളെ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ വ്യക്തി കുറച്ച് ഈഗോയിസ്റ്റിക് ആണ്, അവരായിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നില്ല, പക്ഷെ അവർ എന്തോ ചില കാര്യങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നത് പോലെയാണ് കാണപ്പെടുന്നത്. അവർക്ക് ഇൻറ്റ്യൂഷണലി ചില കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഈ റിലേഷൻഷിപ്പിനെ അവർ അത്രത്തോളം ഒരു വാല്യൂ കൊടുക്കുന്ന ഒരു സമയം കൂടിയാണിത്. ഓക്കെ, അവരെയും നിങ്ങളെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ചില വ്യക്തികൾ ശ്രമിക്കുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ എനർജി ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ എന്തോ ചില കാര്യങ്ങൾ, ചില പ്രോമിസുകൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, അതൊന്നും അവർക്ക് കീപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായില്ല എന്നുള്ളൊരു വിഷമം ആ വ്യക്തിയിലുണ്ട്. അതായത് ലൈഫ് ലോങ് നിങ്ങളോടൊപ്പം ഉണ്ടാകും, നിങ്ങൾ എല്ലാ രീതിയിലും അവർ സപ്പോർട്ട് ചെയ്യും, കെയർ ചെയ്യും എന്നൊക്കെ നിങ്ങളോട് ഈ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഒരുപാട് വാഗ്ദാനങ്ങൾ അവർ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ അവർക്ക് ഫോളോ ചെയ്യാനോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ബെറ്റർ ലൈഫ് പ്രൊവൈഡ് ചെയ്യാനോ, ഒരു നല്ല കമ്മിറ്റ്മെൻറ്റ്സ് തരാനോ ഒന്നും അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായില്ല. ടോട്ടലി അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഒരു പരാജയമായിട്ടാണ് അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. അതായത് അവർ പറഞ്ഞ പോലെ, അവർ ചിന്തിച്ച പോലെ ഒന്നും തന്നെ ഈ നിങ്ങൾക്കായിട്ട് ഒരു പ്രണയം അവർക്ക് നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വിഷമം അവരിലുണ്ട്. ഓക്കെ, വളരെ ശക്തമായിട്ടുള്ള എതിർപ്പുകളുണ്ട്. ചില കൊളീഗ്സ് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ റിലേറ്റീവ്സ് ആയിരിക്കാം ഈ റിലേഷൻഷിപ്പിനെ എതിർക്കുന്നുണ്ട്. കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസോ അല്ലെങ്കിൽ ഏജ് ഡിഫറൻസ് കൊണ്ടോ ഈ വ്യക്തികൾ നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നാണ് കാണുന്നത്. പക്ഷെ അങ്ങനെ ആരെ വിചാരിച്ചാലും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് തരുന്നൊരു മെസ്സേജ്. മജീഷ്യൻ കാർഡൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മിറാക്കിൾ തന്നെ ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. ഇപ്പോൾ അവർ സെപ്പറേഷനിലായിരിക്കുന്ന സമയത്ത് പോലും അവർ നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ അറിയാണ്ട് നിങ്ങളെ ഒരുപാട് തരത്തിൽ അവർ സ്നേഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സിലെ പ്രണയം എന്ന് പറയുന്നത് അവർക്ക് വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുപോലെ ഇതൊരു ബ്ലോസമിങ് അബണ്ടൻസ് ആണ് കാണുന്നത്. അതായത് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഓൺ ടൈം ഒന്ന് സക്സസ് ആയെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര നിങ്ങൾ തമ്മിലുള്ള എനർജി അത്രയും ഒന്നിച്ചു പോകുന്ന വ്യക്തികളാണ്. പരസ്പരം പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്ന വ്യക്തികളാണ്. ഒരാൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് എന്ന് ഈ വ്യക്തിയെ പറയാം. അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഒരിക്കലും ഈ റിലേഷൻഷിപ്പ് വിട്ടു പോകാൻ കഴിയാത്തത്. ഇത് ഫസ്റ്റ് സ്പ്രെഡ് എക്സ്പ്രസ് ചെയ്യുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് ഒരു സ്പ്രെഡ് കൂടി ഒന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് തന്നെ വളരെയധികം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ എനർജിയാണ് തരുന്നത്. നിങ്ങളുടെ പേഴ്സണും ആ ഒരു എനർജിയിലാണുള്ളത്. അതായത് ഇപ്പോൾ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെയധികം ഒരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ ചില വിട്ടുവീഴ്ചകൾ എടുക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണെന്നാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. വളരെ കുറച്ച് പേർക്ക് അത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആണ്, അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെയിൽ ക്യാരക്ടറാണ് ഈ റിലേഷൻഷിപ്പിനെ ഒപ്പോസ് ചെയ്യുന്നതെന്ന് കാണാം.
ഈ വ്യക്തിക്ക് എന്താണ് അവർക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് കഴിയുന്നില്ല. അത്രത്തോളം അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം ആ വ്യക്തിയുമായിട്ടുള്ളത്. പക്ഷെ അവരൊരു തടങ്കലിലാണ് എങ്കിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് വളരെ ശക്തമായിട്ട് ചിന്തിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർ നേടിയെടുത്ത ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ റിലേഷൻഷിപ്പ് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ ഈ ലോകം തന്നെ അത്രയും കളർഫുൾ ആക്കിയൊരു വ്യക്തിയാണ് നിങ്ങൾ എന്നാണോ അവരുടെ ലൈഫിൽ വന്നത് ആ ഒരു നിമിഷം മുതൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എന്നവർ ചിന്തിക്കുന്നുണ്ട്. സോ ഇത്രയും നെഗറ്റിവിറ്റീസും അതുപോലെ തന്നെ പോസിറ്റിവിറ്റീസും നിറഞ്ഞൊരു റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് അവർ ഏത് വിധേനയും നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അതായത് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ചില കാര്യങ്ങൾ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത്രയും ഒരു കോണുകോപ്പിയ എന്നുള്ളൊരു കാർഡ് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു വിക്ടറി പ്രതീക്ഷിക്കാം. എത്ര സ്ട്രഗിൾ ചെയ്താലും ചിലപ്പോൾ കാലതാമസം എടുക്കും എങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എനർജീസിൽ ഈ വ്യക്തി നിങ്ങളെ സമീപിക്കും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു പോയ പോലെ ഒരു ഫീലിങ്സ് ഉണ്ടായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു, ഇനി ഒന്നും മുന്നോട്ടുണ്ടാവില്ല, ഇനി റിലേഷൻഷിപ്പ് നിന്ന് മൂവ് ഓൺ ചെയ്താലോ എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികൾക്കാണ് ഞാനിത് പറയുന്നത്. തീർച്ചയായിട്ടും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു മൊമെൻറ്റിൽ ഈ വ്യക്തി തീർച്ചയായിട്ടും നല്ല രീതിയിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ്. അത്രയും അവർ ചിന്തിക്കുന്നുണ്ട്. ആ സാഹചര്യങ്ങൾ അനുകൂലമാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. മൊമെന്റിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഡയറക്റ്റായിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല എങ്കിലും മറ്റൊരു പാത്തിലൂടെ അവർ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അത്രത്തോളം ഹൃദയഭേദകമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. നിങ്ങൾ നഷ്ടപ്പെട്ട നിമിഷം മുതൽ അവരുടെ ഹൃദയം തകർന്നു പോയി എന്നുള്ളതാണ് അവരിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത നിമിഷങ്ങളില്ല. ഓരോ നിമിഷവും നിങ്ങളുടെ ഓർമ്മകളിലാണ് അവർ കഴിയുന്നത്. അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു ബാലൻസിങ് സിറ്റുവേഷൻ ഉണ്ടായത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളിലാണ്. അവർ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിരുന്നു ആ ഒരു സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിൽ ഉണ്ടായിരുന്നു. അവർ ചില കാര്യങ്ങൾക്ക് വേണ്ടി ചില ന്യായത്തിനു വേണ്ടി അവർ ചിലപ്പോൾ നിങ്ങളെ അവഗണിക്കേണ്ടി വന്നിട്ടുണ്ടാവും. പക്ഷെ ആ സമയത്തെല്ലാം തന്നെ അവരുടെ ഉള്ളിൽ അവർ ഒരുപാട് സങ്കടങ്ങൾ ഒതുക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് തവണ അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തെല്ലാം തന്നെ അവർ പരാജയപ്പെട്ടു പോയി എന്നുള്ള കാര്യം അവർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അവർ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല, അവർ നിങ്ങളെ വിട്ടു പോയിട്ടില്ല എന്നുള്ള കാര്യം അവർ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് എന്തോ ചില കാര്യങ്ങൾ സംസാരിക്കണം അല്ലെങ്കിൽ തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, അഗെയിൻ അവർ വീണ്ടും ആ ഒരു കാര്യം അവർ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ട് കോൺടാക്റ്റിൽ വരും എന്നുള്ളതാണ് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. അവർ നൈറ്റ് ടൈംസിൽ അവർ നിങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. അവർ നിങ്ങളെ നേടിയെടുക്കുന്ന നിമിഷം വരെയും നിങ്ങൾക്കായിട്ട് ഫൈറ്റ് ചെയ്യുമെന്നാണ് പറയുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനായിട്ടുള്ള ശ്രമങ്ങളിലാണ് ആ വ്യക്തി എന്നാണ് അറിയിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് അവർ ഒരുപാട് ആങ്ഷ്യസ് ആണ്. കാരണം ഇത്തരം സ്ട്രഗിൾസിലൂടെ എല്ലാം അവർ കടന്നുപോയി എല്ലാ തടസ്സങ്ങളും ഓവർകം ചെയ്ത് നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങളെ അവർക്ക് നഷ്ടമായി പോകുമോ എന്നവർ ചിന്തിക്കുന്നുണ്ട്. അത്രയും ആങ്ഷ്യസ് ആണ് ആ വ്യക്തി. ഇപ്പോൾ അവർ മനസ്സുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ അരികിലാണുള്ളത്. അവർ ഒരു ആക്ഷൻ എടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് നിങ്ങളെ അറിയിക്കുന്നത്. അവരുടെ ആ കറണ്ട് സിറ്റുവേഷൻ അത്രയും ഒരു ടൈഡപ്പ് സിറ്റുവേഷനിലാണ് ആ വ്യക്തി ഉള്ളത് എന്നുള്ളതും അവർ നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പേഴ്സണിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു മെസ്സേജസ്. ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ലെറ്റർ W, ലെറ്റർ T, ലെറ്റർ E, ലെറ്റർ I, letter H, letter N, letter O, letter K, letter L, letter N, letter A, letter R, letter Y, letter O. Okay, O repeat ആണ്. letter G and letter D എന്നീ ലെറ്റേഴ്സിന് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട്. അതുപോലെ നമ്പർ 4, number 34, number 50, 48, 15, 6, 37, 18, 29, 46, 23, 38, 17 and number 10 and also number 30. ഈ നമ്പേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട്. കളറിനോട് ഒരു അട്രാക്ഷൻ ഉള്ള വ്യക്തിയുണ്ട്. അതുപോലെ തന്നെ പിങ്ക് കളറിനോട് കൂടുതൽ അട്രാക്ഷൻ ഉള്ള വ്യക്തികളുണ്ട്. ഡീപ്പ് ബ്ലൂ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട്. ഗ്രേ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട്. ഗോൾഡൻ
color, okay, and green color, purple color and yellow color. ഈ കളേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട്. ഏരിയസ്, ലിയോ, സജിറ്റേറിയസ്, സ്പൈസസ്, ലിബ്ര, ക്യാൻസർ, അക്വേറിയസ്, ജെമിനി, ലിബ്ര എന്നീ സോഡിയക് സൈനിലുള്ള വ്യക്തികളുണ്ട്. പാർട്ടി സിറ്റുവേഷൻ ഇൻഫ്ലുവൻസ് ഉള്ള റിലേഷൻഷിപ്പാണ് പലർക്കും. കാസ്റ്റ് റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ള വ്യക്തികളുണ്ട്. അതുപോലെ ഏജ് ഡിഫറൻസ് കാണുന്നുണ്ട് നിങ്ങൾ തമ്മിൽ. ഒരു സിംഗർ ആയിരിക്കാം. അതുപോലെ ടീച്ചർ ആയിട്ടുള്ള വ്യക്തികളുണ്ട്. ടെക്നീഷ്യൻസ് ആയിരിക്കാം, ടൈലേഴ്സ് ആയിരിക്കാം, അതുപോലെ ബ്യൂട്ടീഷ്യൻസ് ആയിരിക്കാം. മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവാം. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ടാവാം ഈ ഒരു സമയത്ത്. ലവർ ആയിരിക്കാം. ബേർഡ്സിനോടോ അല്ലെങ്കിൽ ചില ആനിമൽസിനോടോ ഒക്കെ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം. ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്. സെപ്റ്റംബർ, ഓഗസ്റ്റ്, നവംബർ, ജനുവരി, മാർച്ച്, ഏപ്രിൽ ആൻഡ് മെയ് മന്ത് ഈ മാസങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട്. ഡാർക്ക്നെസ്സിനോട് പ്രത്യേക ഭയമുള്ള വ്യക്തിയാണ്. പ്രത്യേകതയുണ്ട് ഈ വ്യക്തിക്ക്. അതുപോലെ ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികളുമുണ്ട്. ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.